പലതരത്തിലുള്ള രാജവംശങ്ങൾ, വേണാട് രാജവംശം, നെടുയിരുപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, അതുപോലെ തന്നെ പഴശ്ശിരാജ, ഇത്രയും പേരെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ക്ലാസ്സിൽ പറയുന്നത്. അതിൽ വേണാട് രാജവംശം, അതായത് ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്നതാണ് വേണാട് രാജവംശം. വേണാട് ഓർ തിരുവിതാംകൂർ വന്നത് ചേര രാജാക്കന്മാർക്കും രാജാക്കന്മാർക്കും ശേഷമാണ്. അവിടെ 5 സ്വരൂപങ്ങളാണ് ഉണ്ടായിരുന്നത്: വേണാട്, തിരുവിതാംകോട്, തൃപ്പാപ്പൂർ, ദേശിംഗനാട് ആൻഡ് ചിരവ. ഇതിനെല്ലാം കൂടിയാണ് ഭാവിയിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ട്രാവൻകൂർ എന്ന പേരിൽ പറഞ്ഞത്. വേണാട് രാജാക്കന്മാർ മരുമക്കത്തായ സിസ്റ്റമാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. കുലശേഖര രാജാക്കന്മാർക്ക് ശേഷം ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു ഒരു രാജവംശം വന്നതാണ് വേണാട് രാജവംശം. അതിൻ്റെ തുടക്കക്കാരൻ രാമവർമ്മ കുലശേഖരയാണ്. രാജാക്കന്മാരെ രാജാക്കന്മാരെ വിളിച്ചിരുന്ന പേര് ചിരവ മൂപ്പൻ എന്നാണ്. അത് നമ്മൾ സ്വരൂപത്തിൻ്റെ പേരുകൾ പറഞ്ഞപ്പോൾ ചിരവ എന്ന പേര് പറഞ്ഞിരുന്നു. അപ്പോൾ ചിരവ മൂപ്പൻ എന്ന പേരിലാണ് വേണാട് രാജാക്കന്മാർ അറിഞ്ഞിരുന്നത്. അവരുടെ തലസ്ഥാനം കൊല്ലമാണ്. കുലശേഖര രാജവംശത്തിൻ്റെ തലസ്ഥാനം മഹോദയപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് മാറ്റിയ രാജാവാണ് രാമവർമ്മ കുലശേഖര. ഈ കൊല്ലത്തിന് അറിയപ്പെട്ടിരുന്ന പഴയകാല പേരാണ് തേൻവഞ്ചി, ദേശിംഗനാട്, ജയസിംഹനാട്. ഇതൊക്കെ വേണാട് രാജവംശത്തിൻ്റെ തലസ്ഥാനം തിരുവിതാംകൂറിൽ നിന്ന് കളിക്കുളം എന്ന സ്ഥലത്തേക്ക് മാറ്റിയ രാജാവാണ് രവിവർമ്മൻ. തിരുഭുവന ചക്രവർത്തി എന്ന സ്വന്തമായിട്ട് പേര് വിളിച്ചിരുന്ന ആളാണ് രവിവർമ്മ കുലശേഖര. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ ഒരു നാണയം കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. വേണാട് രാജവംശത്തിൻ്റെ ആദ്യ രാജ്ഞിയാണ് ഉമയമ്മ റാണി. വേണാട് രാജവംശത്തിൽ ഏറ്റവും കൂടുതൽ നാൾ ഭരിച്ചിരുന്ന രാജാവാണ് ചേര ഉദയ മാർത്താണ്ഡൻ. അതുപോലെ തന്നെ ഈ രവിവർമ്മ കുലശേഖരയ്ക്ക് 3 പേരുകളിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒന്ന് വീരകേരളൻ, സംക്രമധീരൻ, ഭക്ഷണഭോജൻ. ഈ 3 പേരുകളും രവിവർമ്മ കുലശേഖരയ്ക്ക് വന്നിട്ടുള്ള പേരുകളാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നെടിയിരുപ്പ് സ്വരൂപത്തിനെ കുറിച്ചാണ്. നെടിയിരുപ്പ് സ്വരൂപം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് രാജ കുടുംബത്തിനെയാണ് നെടിയിരുപ്പ് സ്വരൂപം എന്ന് പറയുന്നത്. കോഴിക്കോടുള്ള ഭരണകർത്താക്കളെ വിളിക്കുന്നത് സാമോറിൻസ് എന്നാണ്, അല്ലെങ്കിൽ സാമൂതിരിമാർ. സാമൂതിരിമാരെ എർളത്തിരിയെന്നും നെടിയിരുപ്പ് മൂപ്പൻസ് എന്നും അറിയപ്പെട്ടിരുന്നു. ഈ സാമൂതിരിമാരുടെ അസംബ്ലി അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനെ പറയുന്നതാണ് രേവതി പട്ടത്താനം. അതായത് സാമൂതിരിമാരുടെ വിദ്യാഭ്യാസം, അവരുടെ അറിവ് കൂടുതലുള്ളവരുടെ അല്ലെങ്കിൽ സ്കോളേഴ്സിൻ്റെ ഒരു അസംബ്ലിനെയാണ് രേവതി പട്ടത്താനം എന്ന് പറയുന്നത്. കോഴിക്കോട് സാമൂതിരിയായ മാനവിക്രമ രാജാവിൻ്റെ സ്കോളേഴ്സിനെ അറിയപ്പെട്ടിരുന്ന പേരാണ് 18 കവികൾ എന്നുള്ളത്. അതിലെ പകുതി കവിയായിരുന്നു പൂനം നമ്പൂതിരി. അതുപോലെ തന്നെ സാമൂതിരിമാരുടെ പ്രൈം മിനിസ്റ്ററിനെ അറിയപ്പെടുന്ന പേര്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്ന പേര് മങ്ങാട്ടച്ചൻ എന്നായിരുന്നു. സാമൂതിരി കോഴിക്കോടുള്ള തളി ശിവ ടെമ്പിളിൽ വെച്ചിട്ടാണ് രേവതി പട്ടത്താനം എന്ന മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സാമൂതിരിയായിരുന്നു മാനവിക്രമ സാമൂതിരി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയത്. പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമ എത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ബേപ്പൂർ റിവറിൻ്റെ തുടക്ക ഭാഗത്ത് ചാലിയം ഫോർട്ട് നിർമ്മിച്ചത്. ആദ്യമായിട്ട് കേരളത്തിൽ കച്ചവടത്തിനു വേണ്ടി എത്തിയ ഇംഗ്ലീഷ് യാത്രക്കാരനാണ് ക്യാപ്റ്റൻ കീലിംഗ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് സാമൂതിരിമാരുമായിട്ട് ഒരു കച്ചവടത്തിൽ കരാർ ഒപ്പിട്ടത്. ക്യാപ്റ്റൻ കീലിംഗ് തന്നെയാണ്. പിന്നെ സാമൂതിരിമാരുടെ നേവൽ ചീഫായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ.
4 കുഞ്ഞാലിമാരുണ്ടായിരുന്നു. അതിലേറ്റവും ലാസ്റ്റത്തെ കുഞ്ഞാലിയാണ് മുഹമ്മദ് കുഞ്ഞാലി. സാമൂതിരിയാണ് മരക്കാർ എന്ന ടൈറ്റിൽ കുഞ്ഞാലിമാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. കുഞ്ഞാലി മരക്കാർ 3 ആയിരുന്നു ചാലിയം ഫോർട്ട് നശിപ്പിച്ചത്. മരക്കാർ ഫോർട്ട് കുഞ്ഞാലി മരക്കാർ 3 തന്നെയാണ് നിർമ്മിച്ചത്. കുഞ്ഞാലി മരക്കാറിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഹിറ്റ് ആൻഡ് റൺ പോളിസി ആയിരുന്നു. 1600 കുഞ്ഞാലി മരക്കാർ 4 പോർച്ചുഗീസുകാരുടെ മരണപ്പെട്ടത്. INS കുഞ്ഞാലി എന്ന നേവൽ ട്രെയിനിങ് സെൻറ്റർ മുംബൈയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാർ മോണുമെൻറ്റ് കോട്ടയ്ക്കലിലാണ് ഇന്ത്യൻ നേവി സ്ഥാപിച്ചിട്ടുള്ളത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് 2000 കുഞ്ഞാലി മരക്കാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബഹുമതിക്കായിട്ട് ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. പെരുമ്പടപ്പ് സ്വരൂപത്തിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാവൻകൂറിലെ ഒരു ഇത് പറഞ്ഞു, അതുപോലെ തന്നെ മലബാറിലെ പറഞ്ഞു. ഇനി നമുക്ക് കൊച്ചിയിലെ റോയൽ ഫാമിലിയെ അറിയപ്പെടുന്ന പേരാണ് പെരുമ്പടപ്പ് സ്വരൂപം. അതിന് മതരാജ്യം, ഗോശ്രീ രാജ്യം, കുരുസ്വരൂപം എന്നീ പേരുകളും പെരുമ്പടപ്പ് സ്വരൂപത്തിനുണ്ട്. കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് നടന്നിരുന്ന സ്ഥലമാണ് ചിത്രകൂടം. കൊച്ചി രാജ്യത്തെ ഒരേ ഒരു രാജ്ഞിയായിരുന്നു റാണി ഗംഗാധര ലക്ഷ്മി. കൊച്ചിയിലെ പ്രധാനമന്ത്രിമാരെ വിളിച്ചിരുന്ന പേരാണ് പാലിയത്ത് അച്ഛൻ. കൊച്ചി രാജാവിന് വിളിച്ചിരുന്ന പേരാണ് കോവിലാധികാരികൾ. അതുപോലെ തന്നെ കൊച്ചിയിലെ ഡച്ച് പാലസ് നിർമ്മിച്ചത് പോർച്ചുഗീസ് ആണ്. എറണാകുളം മഹാരാജാസ് കോളേജ് തുടങ്ങി വെച്ചത് ദിവാൻ ശങ്കര വാര്യരാണ്. കൊച്ചിയുടെ ദിവാൻ റൂള് 1947 അവസാനിച്ചത്. ലാസ്റ്റ് ദിവാനായിട്ട് വന്നത് CP കരുണാകര മേനോനാണ്.